ഹലോ, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? ഇന്ന് ഞാൻ ഒക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ല നല്ല മെമ്മറീസ് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ക്ലോൺ പെർഫ്യൂം അർമാഫ് ഐക്കോണിക്. ഓക്കെ, ഇത് ബ്ലൂ ഡി ഷനേലിൻ്റെ ആയിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ്. ഞാൻ ബ്ലൂ ഡി ഷനേൽ വാങ്ങിക്കാണ്ടിരിക്കാനുള്ള ഒറ്റ കാരണം അത് അർമാഫ് ഐക്കോണിക്കിൻ്റെ പേരിലാണ്. ഞാൻ ബ്ലൂ ഡി ഷനലിൻ്റെ ഇ ഡി പിയുടെ ഒഫീഷ്യൽ വയലുണ്ടായിരുന്നു. അത് മാത്രമല്ല, അത് പലവട്ടം ബ്ലൂ ഡി ഷനലിൻ്റെ ഇ ഡി പിയും പാർഫ്യൂമും ഞാൻ സ്നിഫ് ചെയ്തിട്ടുണ്ട്. ഇത് ഇ ഡി പിനായിട്ട് ഒരു 95% സിമിലറാണ്. മാത്രമല്ല, ഇതൊരു ക്ലോൺ വീഡിയോ, അപ്പോൾ ഞാൻ അങ്ങനെ വല്ലാണ്ട് വിളിച്ചിരിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. എത്രത്തോളം സിമിലറാണ്, എങ്ങനെയാണ് പ്രൊജക്ഷൻ ലോങ് ചുറ്റിന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഞാൻ വാങ്ങിച്ചു തന്നെ ഇതിൻ്റെ ആറ്റമൈസർ കംപ്ലൈൻ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞു. വാക്കുകൾക്ക് പറയാൻ കഴിയില്ലാന്ന്. ഇത് രസമുള്ള പെർഫ്യൂമാണെന്നറിയോ? നല്ല രസമുള്ള അപ്ലിഫ്റ്റിംഗ് ആയിട്ടുള്ള ബ്രൈറ്റ്. ഞാൻ അർമാഫ് CDN നമ്മുടെ ക്ലബ് ഡെ നൂയി ഇൻറ്റൻസിൻ്റെ പ്യുവർ പെർഫ്യൂമിൽ ഞാൻ പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാകുന്നുണ്ട്. ഓപ്പണിങ് ഭയങ്കര സിന്തറ്റിക്കാണ്. ഇതിൻ്റെ ഓപ്പണിങ് പ്ലഷറാണ്. ഇതിൻ്റെ ഓപ്പണിങ് ഹെവനാണ്. എന്ത് രസമുള്ള ഓപ്പണിംഗ് ആണ് ബായ്. അടിപൊളി പെർഫ്യൂം. നിങ്ങൾ ബ്ലൂ ഡി ഷനേൽ ഒറിജിനൽക്കൊക്കെ പോണേക്കാളും നല്ലത് മറ്റേ ഇതിൻ്റെ ജ്യൂസ് ക്വാളിറ്റി തമ്മിൽ വ്യത്യാസമുണ്ട്. ബട്ട് ഇൻ ഫാക്ട് ഇത് നമുക്ക് സിന്തറ്റിക്കാന്ന് തോന്നിപ്പിക്കാത്ത രൂപത്തിലുള്ള അത്രയും ഹൈ ആയിട്ടുള്ള അത്രയും ക്വാളിറ്റി തോന്നിപ്പിക്കുന്ന ഒരു ജ്യൂസ്. മറ്റേതിൻ്റെ ഓപ്പണിങ് കടന്ന് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്കതിൻ്റെ ഏറ്റവും അത് കിട്ടുക. ഇതിൽ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ അർമാഫിൻ്റെ ക്ലബ് ഡെ നൂയി ഇൻറ്റൻസിൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രീഡ വെൻഡസ് അടിച്ച് കഴിഞ്ഞ ശേഷം മറ്റേ അർമാഫിൻ്റെ ക്ലബ് ഡെ നൂയി ഇൻറ്റൻസ് അടിക്കുമ്പോൾ ഒരു ഫുൾഫിൽമെൻറ്റ്, ഒരു സാറ്റിസ്ഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. എന്തൊക്കെയാണ് മിസ്സിങ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിലങ്ങനെയല്ല. ഇതിൽ അന്തരം കുറഞ്ഞിട്ടുണ്ട്. ഞാനൊരു അൾട്ടിമേറ്റ് കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഒരു ആക്യുറേറ്റ് ഡെപ്പിക്ഷനാണ് ബ്ലൂ ഡി ഷനേലിൻ്റെ. ആ ഒരു DNA, ആ ഒരു പൗഡറിനെസ്, ആ ഒരു സ്വീറ്റ്നെസ്, ആ ഒരാളുകൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ആ ഒരു പ്ലീസിങ് ഫാക്ടർ, ആ ഒരു എൻജോയബിൾ മൂമെൻറ്റ് കറക്റ്റ്. എന്നാലോ ബ്ലൂ ഡി ഷനേലിനേക്കാൾ പെർഫോമൻസ് ഉണ്ട്. ഈ ഒരു സെൻ പ്രൊഫൈല് ഒരു 2 മണിക്കൂർ നല്ല പ്രൊജക്ഷൻ, ഒരു കുഴപ്പമില്ലാത്ത ഈ പൗഡറിനെസ് എയർന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മൊമെൻറ്റ്സ് ഞാൻ മറക്കൂല. മൂന്നെണ്ണം ഉണ്ട്. ഒന്ന് ശ്രേയൻസ് പറഞ്ഞിട്ടുള്ള ഒരാൾ എന്നെ കോംപ്ലിമെൻറ്റ് പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരുത്തനാണ്. പിന്നെ ഞാൻ വയനാട് പോയിട്ടുള്ള അത് രണ്ടും പറഞ്ഞിട്ട് ഞാൻ വീഡിയോ നിർത്താം. ഒരു 3-4 മണിക്കൂറോളം ഇത് പ്രൊജക്ഷൻ ഉണ്ട്. ഒരു 2 മണിക്കൂർ കുഴപ്പമില്ല, 2-2.5-3 പ്രൊജക്ഷൻ ഉണ്ട്. ലോങ് ഡ്യൂട്ടി 8 മണിക്കൂർ മുകളിലുണ്ട്. അടിപൊളി സെൻ പ്രൊഫൈൽ ഇട്ടാ. ഞാൻ ബ്ലൂ ഡി ഷനേലിൻ്റെ വീഡിയോ ഇടുമ്പോൾ സെൻ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ അത് പറഞ്ഞുതരാം. ഇത് എത്രത്തോളം ക്ലോസ് ആണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്ലിഫ്റ്റിംഗ് ആണ്, ബ്രൈറ്റ് ആണ്. ഓപ്പണിംഗ് ഒക്കെ ഓഫീസിലേക്ക് ഈ പെർഫ്യൂം അടിച്ചു കഴിഞ്ഞുണ്ടേ സകലമാന ഒക്കേഷൻസിനും ഓഫീസ് അവിടെ ഇവിടെ എങ്ങട് അടിച്ച് തീർത്തു ഞാനത്. ശ്രേയൻഷ് പറഞ്ഞിട്ട് ഒരാൾ എൻ്റെ ഓഫീസിലുള്ളതാണ്. അവൻ ഈ പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ യു ആർ വിയറിങ് ദിസ് വൺ, യു ആർ സെഡ്യൂസിങ് മീ. അവൻ അതാണ് എൻ്റെ അടുത്ത് പറയാറ്. പിന്നെ ഒരാൾ മോഹൻ, ഓ ഹൈദർ ദിസ് ഈസ് ബ്യൂട്ടിഫുൾ ഫ്രാഗ്രൻസ്. ഇങ്ങനെ തന്നെയാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. ഒറ്റ നിപ്പിലാവൻ നിന്നിട്ട് അന്തം വിട്ടിട്ട്, ഹൈദർ വാട്ട് ആർ യു വെയറിങ്, ദിസ് ഈസ് ബ്യൂട്ടിഫുൾ ഫ്രാഗ്രൻസ് മാൻ. എൻ്റെ അടുത്ത് പറഞ്ഞതാണ് മോഹൻ. ഞാൻ പൊളിക്കല്ല, ഇവിടെ ഇരുന്നിട്ട് തള്ളി വിടുകയല്ല, നടന്ന സംഭവമാണ്. പിന്നെ ഞാൻ ഒരു നല്ല ഇഷ്ടപ്പെട്ട ഒരു ഇൻസിഡൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, വയനാട് ഒരു ഫംഗ്ഷൻ ഉണ്ടാകും. ഞങ്ങൾ ഉമ്ര കൂട്ടായ്മയുടെ ഒരു ഫംഗ്ഷൻ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ലൊക്കേഷൻ 100 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞാൻ ഈ പെർഫ്യൂമും പ്രാഡാലോവും ഇൻഡൻസും ആണ് കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഡിസൈഡ് ചെയ്ത് അടിക്കാന്നുള്ളത്. ഒടുക്ക് ഞാൻ ഇതടിക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. ഇതടിച്ച് ഞാൻ ആ പരിപാടിയുടെ ഉള്ളിൽ കയറി 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ തൊട്ടടുത്ത ആൾ പറഞ്ഞു, ഈ അടിച്ച പെർഫ്യൂംക്ക് വാങ്ങിക്കണം. മനസ്സിലായോ? ഈ അടിച്ച പെർഫ്യൂം ഏതാ നല്ല ചോദിക്കുന്നത്. ഈ അടിച്ച പെർഫ്യൂംക്ക് വാങ്ങിക്കണം എന്ന്. ഞാൻ ബ്ലൂ ഡി ഷനേലാന്ന് ഞാൻ ആദ്യം പറഞ്ഞു. പിന്നെ പറഞ്ഞു ബഡ്ജറ്റ് കണ്ടപ്പോൾ ആളെ കണ്ണൊന്ന് താഴ്ന്നപ്പോൾ ഞാൻ പറഞ്ഞു
എൻ്റെ കയ്യിലുണ്ട് പെർഫ്യൂമും, വായോ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് പെർഫ്യൂം അടിച്ചു കൊടുത്തു. ഇതടുത്തോളി എന്ന് പറഞ്ഞപ്പോൾ ഇത് വേണ്ട, ഇതിനെന്താ സാധനം എന്താ വില എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സൈറ്റിൽ ഫ്രൈഡേ ചാമ്പിലോ ഏതോ ബെൽവിഷിലോ ഏതോ സൈറ്റിൽ എടുത്തു കൊടുത്തു. സാറ്റിസ്ഫൈഡ് ആയി, കംപ്ലീറ്റഡ് ആയി, അത് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു ഞാനൊക്കെ ആ ഇൻസിഡൻറ്റ് ഞാൻ ആ ഉമ്മർക്ക് ഞങ്ങളെ കൂട്ടായ്മ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നതും ഇതൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ ഇൻസിഡൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 4K ബഡ്ജറ്റിൽ ബ്ലൂ ഡി ഷെല്ലിൻ്റെ ക്ലോണും അങ്ങനെ ഐറ്റങ്ങൾ കാണണ്ട. ഒരു 4,000 ഒരു ഫ്രഷ് പെർഫ്യൂം, അതിനൊരു ലക്ഷറിനെസ് ഉള്ള ഒരു ഫ്രഷ് പെർഫ്യൂം ഏത് ആൾക്കാർക്കും ഏത് പ്രായക്കാർക്കും അടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കറണ്ട് അവസ്ഥയിൽ 10 മടങ്ങ് ആൾക്കാർക്ക് പ്രസൻറ്റബിൾ ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം സെൻറ്റ് പ്രൊഫൈൽ ഐക്കോണിക്. നിങ്ങൾക്ക് വാങ്ങിക്കാട്ടോ, ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റിയ ഒരു പെർഫ്യൂം. മുന്നുക്കും നോക്കണ്ട പിന്നുക്കും നോക്കണ്ട, എനിക്ക് വാങ്ങിക്കണോ ഐക്കോണിക് വാങ്ങിച്ചോളി ഇൻഷാ അല്ലാ. പിന്നിപ്പോൾ ഒരെണ്ണം കൂടി ഇതിൻ്റെ വീഡിയോ ഇൻഷാ അല്ലാ ഞാൻ വരും ദിവസങ്ങളിൽ ഇടാം. ആർമാഫ് അൺടോൾഡ്, ഐക്കോണിക് അൺടോൾഡും ഒന്നിനും നല്ല പെർഫ്യൂംസാണ്. എന്നാൽ ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും, കാണാം.